رضي الله تعالى عنه أنه قال رسول الله صلى الله عليه وسلم لما عرج بي مررت بقوم لهم أظفار من نحاس يغمشون وجوههم وصدورهم فقلت من هؤلاء يا جبريل؟ قال هؤلاء الذين يأكلون اللحوم الناس ويقعون في أعراضهم. رواه أبو داود. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലമ്മാ ഉരിജ ബി മറർതു ബി ഖൗമിൻ ലഹും അദ്ഫാറും മിൻ നുഹാസിൻ യഹ്മിശൂന വുജൂഹഹും. എന്നെ മിഅ്റാജിന്റെ രാത്രിയിൽ, പരിശുദ്ധമായ റജബ് 27 രാത്രിയിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സഹയാത്രികനായി എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്റാഉൽ മിഅ്റാജ് നടത്തിയപ്പോൾ ആ മിഅ്റാജിന്റെ രാത്രിയിൽ ഞാൻ ആഖിറത്തിന്റെ വിവിധ മേഖലകൾ ഞാൻ കണ്ടു. ഞാൻ സ്വർഗം കണ്ടു, ഞാൻ നരകം കണ്ടു, അല്ലാഹുവിന്റെ അജായിബുകൾ മുഴുവനും ഞാൻ കണ്ടു. അങ്ങനെ നരകത്തിന്റെ ഒരു കോണിലൂടെ ജിബ്രീലിന്റെ കൈപിടിച്ച് ഞാൻ നടക്കുമ്പോൾ ചില ആളുകളെ ഞാൻ കണ്ടു. നരകത്തിൽ ചില ആളുകൾ വല്ലാതെ വിഷമിച്ച് അട്ടഹസിച്ച് നിലവിളിക്കുന്ന ചില ആളുകളെ ഞാൻ കണ്ടു. എന്താണ് അവരുടെ പ്രത്യേകത? ലഹും അദ്ഫാറും മിൻ നുഹാസ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കയ്യിന്മേൽ ചെമ്പിന്റെ നഖങ്ങൾ ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഇന്നിപ്പോ നമ്മുടെ കയ്യിലൊക്കെ നഖമുണ്ടല്ലോ, ആ നഖത്തിന്റെ സ്ഥാനത്ത് അല്ലാഹു അവർക്ക് ചെമ്പിന്റെ നഖമാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ചെമ്പിന്റെ കൂർത്ത നഖം, ആ നഖം അവർക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല ആ നഖം കൊണ്ട് അവർ ചെയ്യുന്ന പണി എന്തെന്നറിയുമോ? യഹ്മിശൂന വുജൂഹഹും വസുദൂറഹും. അവരുടെ മുഖം ഇങ്ങനെ അവർ കുത്തിപ്പൊളിക്കുന്നു. അവരുടെ മുഖം ഇങ്ങനെ ചെമ്പിന്റെ നഖം കൊണ്ട് മുഖം ഇങ്ങനെ മാന്തി കീറുന്നു, മാന്തി പൊളിക്കുന്നു. വസുദൂറഹും, അവരുടെ നെഞ്ചും അവരിങ്ങനെ മാന്തി പൊളിക്കുന്നു. നഖം കൊണ്ട്, ചെമ്പിന്റെ നഖം കൊണ്ട് മുഖവും നെഞ്ചും മാന്തി പൊളിക്കുകയാണ്. പൊളിച്ചു കഴിയുമ്പോ വീണ്ടും പഴയതുപോലെയാകും. വീണ്ടും ഇങ്ങനെ മാന്തി പൊളിക്കുന്നു. അട്ടഹസിച്ച് നിലവിളിച്ചുകൊണ്ടാണ് അവരിങ്ങനെ നെഞ്ചു മാന്തി പൊളിക്കുന്നത്. അവരിങ്ങനെ മുഖം മാന്തി പൊളിക്കുന്നത്. മാന്തി പൊളിച്ചിട്ട് അതിൽ നിന്നും ബ്ലഡ് ഒഴുകുന്നു. മാംസം ഇങ്ങനെ ഉതിർന്നു വീഴുന്നു. അതേ മാന്തി പൊളിച്ച് കഴിയുമ്പോ വീണ്ടും അവരുടെ ശരീരവും അവരുടെ മുഖവും നെഞ്ചും പഴയതുപോലെയാകുന്നു. വീണ്ടും ഇങ്ങനെ മാന്തി പൊളിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതപ്പെടുകയാണ്, അവിടുന്ന് ഞെട്ടിത്തരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇത് കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ട് ഞാൻ ചോദിച്ചു, ഞാൻ പേടിച്ചു ഭയന്നുകൊണ്ട് ചോദിച്ചു, മൻ ഹഉലാഇ യാ ജിബ്രീൽ? ജിബ്രീലേ, എനിക്ക് ഭയമാകുന്നു. എന്താണ് ഇവരുടെ കുഴപ്പം? എന്താണ് ഇവർക്ക് എന്ത് സംഭവിച്ചു പോയി? അവരവരുടെ നഖം കൊണ്ട് മുഖം മാന്തി പൊളിക്കുന്നു, നെഞ്ചു മാന്തി പൊളിക്കുന്നു, വല്ലാതെ അട്ടഹസിക്കുന്നു, നിലവിളിക്കുന്നു. ഇവർ ചെയ്ത കുറ്റമെന്താണ് ജിബ്രീൽ? ഒന്ന് പറഞ്ഞു തരുമോ ജിബ്രീൽ? ഒന്ന് പറഞ്ഞു തരുമോ ജിബ്രീൽ? ഈ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു തന്നു, ഇവരുടെ കുഴപ്പമെന്തെന്നറിയുമോ നബിയേ? ഇവർക്ക് ഇത്തരത്തിലുള്ള അതിഭീകരമായ ശിക്ഷ കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ നബിയേ? ദുനിയാവിൽ വെച്ച് ഇവരുടെ പണി എന്തെന്നറിയുമോ ജിബ്രീലേ നബിയേ? ജനങ്ങളുടെ മാംസം തീറ്റിയവരുടെ ജോലി. ഇവരെ നോമ്പ് പിടിക്കുവാനില്ല, ഇവര് നിസ്കരിക്കുകയും ചെയ്യാനില്ല,
പക്ഷേ ജനങ്ങളെ ഇങ്ങനെ കുറ്റം പറയും. അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, മറ്റവൻ അങ്ങനെയാണ്, ഇവൾ ഇങ്ങനെയാണ്, അവള് ശരിയല്ല, അവള് ശരിയല്ല, ഞാൻ മാത്രമേ ഉള്ളൂ റെഡി, ബാക്കി ആരും ശരിയല്ല. ഇത്തരത്തിലുള്ള സ്വഭാവക്കാരെ നമ്മളുടെ ഇടയിൽ കണ്ടാൽ അവരിൽ നിന്നും ദൂരം പ്രാപിച്ചോളണം, മാറിക്കോളണം. ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടാൽ മാറിക്കോണം, അടുക്കരുത്, ഇവരുമായിട്ട് കൂടുതൽ അടുക്കരുത്. ഈ ചാരിയത് മുടക്കൂന്ന് പറയുന്ന പോലെ ഇതൊരു തരം പന്ന രോഗ. ഇത് ഈ രോഗം പിടിപെട്ടാൽ ചാവുന്നത് വരെ ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആളുകളുടെ കുറ്റവും കുറവും ഇങ്ങനെ പറയുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചെറിയ കാര്യമല്ല. എന്റെ കൊടുക്കുന്ന ശിക്ഷ ഓർത്ത നഖം ഫിറ്റ് ചെയ്യുന്നു, മുഖം ഇങ്ങനെ മാന്തി നിലവിളിച്ചോട്ട് മാന്തി പൊളിക്കുന്നു, നെഞ്ച് മാന്തി പൊളിക്കുന്നു, പൊളിച്ചു കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലാകുന്നു, വീണ്ടും മാന്തി പൊളിക്കുന്നു. മാത്രമല്ല ജനങ്ങളുടെ അഭിമാനം പിച്ചിച്ചീന്തിയവരാ, നല്ല നല്ല പെണ്ണുങ്ങളെ കുറിച്ച് തോന്നിവാസം പറഞ്ഞവനാ, നല്ല നല്ല ചെറുപ്പക്കാരെ കുറിച്ച് വൃത്തികേട് പറഞ്ഞവനാ. സൂക്ഷിച്ചോണം. ഇതിപ്പോ അങ്ങനെയാ. നിസ്സാര സംശയത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സംശയം ചെതഞ്ഞിങ്ങനിട്ട് കൊടുക്കും, പിന്നെ അതിനെക്കുറിച്ച് 10,000 നോട്ടീസ് സംബന്ധിച്ച് ഇറക്കും. അതിനകത്ത് ഒരു കഴമ്പുമില്ല. നമ്മൾ ഇനി ഒരെണ്ണം ഉണ്ടെന്നിരിക്കട്ടെ, ബാക്കി 99 എൻ്റെ കയ്യിൽ നിന്നിടും, ഞാനങ്ങ് 100 ആക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ 10,000 മനോരമ പേപ്പറുകളിൽ ഇങ്ങനെ പറഞ്ഞു നടക്കും, ഇങ്ങനെ വാർത്ത പറഞ്ഞു നടക്കണം. ഹസീബിന്റെ കാര്യമായിരിക്കും അവൻ ശരിയല്ല. അവൻ മെനകാന്ന് രാത്രി നമ്മുടെ കോളനിയുടെ റോഡിലൂടെ ബൈക്ക് ഓടിച്ചു പോകേണ്ട കണ്ടെന്ന ആളുകൾ നമ്മള് ശരിയല്ല. ഇങ്ങനെ പറയുക അള്ളാഹു അതൊരു മാരക രോഗമായിരുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി ഒരുത്തന്റെ ഒരു കുറവുണ്ട്, എനിക്ക് പറയാൻ പറ്റില്ല, അത് പറഞ്ഞു നടക്കുന്ന എനിക്ക് നോക്കിയല്ല, പറയാൻ പാടില്ല. എന്താ ഏശിണി എന്ന് പറഞ്ഞാൽ, പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താ, എനിക്കിഷ്ടമില്ലാത്തത് പറയുക. ഞാൻ ഇച്ചിരി കള്ളു കുടിച്ചു, ഞാൻ വ്യഭിചരിച്ചു, സംഗതി നോക്കി, എനിക്കത് പറഞ്ഞു കിടക്കുന്ന ഇഷ്ടമല്ല. അന്യൂരാതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കിടക്കുക. ഞാൻ എൻ്റെ റബ്ബിനോട് ഒരു സുപ്രഭാതത്തിൽ റബ്ബിനോട് പശ്ചാത്തപിച്ചാൽ എൻ്റെ റബ്ബൻ്റെ പാപം പുറത്തു വരും. പക്ഷെ ഈ പറഞ്ഞു നടന്ന നിന്റെ അവസ്ഥ എന്താ? ഈ പറഞ്ഞു നടന്ന നിന്റെ അവസ്ഥ എന്താ? ഇനി ഞാൻ പറഞ്ഞു നടന്ന ഞാനിങ്ങനെ പറഞ്ഞു നടന്നേ, എനിക്ക് ഹജ്ജിന് പോകണം, 7 ലക്ഷം രൂപ എൻ്റെ മക്കളെല്ലാം കൂടെ സെലക്ട് ചെയ്ത് എനിക്ക് തന്നു, പാപ്പച്ചി ഹജ്ജിന് പോകണം. ഞാൻ ആരുടെയൊക്കെ പോയി പൊരുത്തപ്പെടിക്കണം. എന്നെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ പൊരുത്തപ്പെടാതെ കഅബാലയത്തിൽ ചെന്ന് പില്ല പിടിച്ച അള്ള മാറിയില്ല, നീ പിടിക്കേണ്ട, ഓ എൻ്റെ പാട്ടിൽ നിന്റെ 7 ലക്ഷവും പോയി, എല്ലാം പോയി. ഇതാണ്. ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കണം, ചെറിയ കാര്യമല്ല. അല്ലാതെ നമ്മൾ പേരിനൊരു പുറംപൂച്ചൊക്കെ പറയും. ആർക്കെങ്കിലും എൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണേ, ഇങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല. കുത്തി നോവിച്ചവരെ നേരിൽ കണ്ട് കാല് പിടിച്ച് പൊരുത്തപ്പെടിച്ചാൽ എനിക്ക് മക്കൾ ഹജ്ജിന് പോകാൻ പറ്റും. അല്ലാതെ പുറംപോച്ചിന് അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ ഞാൻ ഹജ്ജിന് പോയാണ്, എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെ എന്തൊരു പൊരുത്തം ചോദിക്കുന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് തിരുദൂതർ പറഞ്ഞതാ, ഈ പല്ലിന്റെ ഇടയിൽ വായിൽ കിടക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, കറക്റ്റായിട്ട് നിലക്ക് നിർത്തി സൂക്ഷിച്ച നിനക്ക് ഞാൻ സ്വർഗം മേടിച്ചു. ഇത് റെഡിയല്ലേ? നിന്റെ പാട്ട് നിനക്ക് സ്വർഗമില്ലോ, ഒന്നുമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. അർഹമുർ റഹീമായ അല്ലാഹ്, കരുണക്കടലായ റബ്ബേ,